വിപണിയിൽ ഇപ്പോൾ തരംഗമായി മാറിയിരിക്കുന്ന ഒരു പ്രധാന വിഷയത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. രാഹുൽ ഗാന്ധി തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ആരംഭിച്ച ആസ്ക് മീ എനിത്തിങ് എന്ന ഇന്ററാക്റ്റീവ് സെഗ്മെന്റ് ഇന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും യുവാക്കൾക്കിടയിലും ഒരുപോലെ വൻ ചർച്ചയായി മാറിയിരിക്കുകയാണ്. എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം, ഞാൻ മറുപടി പറയാം എന്ന ഒറ്റ വാഗ്ദാനത്തോടെയാണ് അദ്ദേഹം ഈ ഒരു പുതിയ സംരംഭത്തിന് തുടക്കമിട്ടത്. പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കേവലം ഒരു ചോദ്യോത്തര വേളയായി മാത്രമല്ല കാണുന്നത്. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഇത്തരമൊരു സംവാദം സംഘടിപ്പിച്ചത് വഴി ഇന്നത്തെ തലമുറയായ ജെൻസി വിഭാഗത്തെ കൃത്യമായി ലക്ഷ്യം വെക്കുക എന്ന വലിയൊരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ് രാഹുൽ ഗാന്ധി പുറത്തെടുത്തിരിക്കുന്നത്. പുതിയ തലമുറയുടെ ചിന്താഗതിക്കനുസരിച്ച് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷയിൽ വളരെ കാഷ്വലായ എന്നാൽ ആശയപരമായ തലത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ആശയവിനിമയ ശൈലിയാണ് അദ്ദേഹം ഇവിടെ പരീക്ഷിക്കുന്നത്. ഈ ആസ്ക് മീ എനിത്തിങ് എന്ന സെഗ്മെന്റിൽ വളരെ രസകരവും അപ്രതീക്ഷിതവുമായ ഒട്ടനവധി ചോദ്യങ്ങളാണ് ഉയർന്നു വന്നത്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ചോദ്യമായിരുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട BJP നേതാവ് ആരാണ് എന്നത്. നിതിൻ ഗഡ്കരി, നിർമ്മല സീതാരാമൻ അല്ലെങ്കിൽ LK അദ്വാനി എന്നിവരിൽ ആരുടെയെങ്കിലും പേര് അദ്ദേഹം പറയുമെന്നാണ് കേട്ടിരുന്ന ഭൂരിഭാഗം ആളുകളും കരുതിയത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഉത്തരം എല്ലാവരെയും അമ്പരിപ്പിക്കുന്നതായിരുന്നു. മുൻ കോൺഗ്രസ് നേതാവും പിന്നീട് BJPയിൽ ചേരുകയും ചെയ്ത ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എതിരാളികളായ BJPയിൽ നിന്ന് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാഷ്ട്രീയ നേതാവ് ആരാണെന്ന ചോദ്യത്തിന് യാതൊരു മടിയും കൂടാതെ തീർച്ചയായും ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് എന്ന് രാഹുൽ വ്യക്തമാക്കി. അദ്ദേഹവുമായി തനിക്ക് വളരെ നല്ല വ്യക്തിബന്ധമുണ്ടെന്നും സൗഹൃദപരമായി ഇടപെടുന്ന വ്യക്തിയാണെന്നും സൈനിക ചരിത്രത്തിൽ അഗാധമായ അറിവുള്ള ആളാണെന്നും പറഞ്ഞ രാഹുൽ ഹലോ അമരീന്ദർ അങ്കിൾ എന്ന് പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ടാണ് ആ മറുപടി അവസാനിപ്പിച്ചത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായി 2 തവണ പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്ന അമരീന്ദർ സിംഗ് 2021 രാജിവെച്ച് പഞ്ചാബ് ബ്ലോക്ക് കോൺഗ്രസ് രൂപീകരിക്കുകയും 2022 പാർട്ടി BJPയിൽ ലയിപ്പിക്കുകയും ചെയ്ത ചരിത്രം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾക്കപ്പുറത്തേക്ക് വ്യക്തിപരമായ ചോദ്യാവലികൾക്കും രാഹുൽ തികച്ചും വ്യത്യസ്തമായ മറുപടികളാണ് നൽകിയത്. വളർത്തുമൃഗങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിന് താൻ ഒരു നായയുടെയും ഉടമയല്ലെന്നും മറിച്ച് അവരോടൊപ്പം ഈ ഭൂമി പങ്കിടുന്ന ഒരു വ്യക്തി മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. സോണിയാഗാന്ധിയുടെ വളർത്തുനായ നൂറയോടൊപ്പമുള്ള വീഡിയോ പങ്കുവച്ചുകൊണ്ട് നായകൾ നമ്മൾ സ്വന്തമാക്കി വെക്കേണ്ട ഒന്നല്ലെന്നും നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളവരാണെന്നും അവരുടെ സ്നേഹവും ബഹുമാനവും അർഹിക്കുന്നുണ്ടെന്നും രാഹുൽ ഓർമ്മിപ്പിച്ചു. മറ്റൊരു രസകരമായ ചോദ്യം താങ്കൾ ബാറ്റ്മാൻ ആണോ എന്നതായിരുന്നു. അതിന് ഞാനും ബാറ്റ്മാനും ഒരേ മുറിയിൽ ഒരുമിച്ച് നിൽക്കുന്നത് ഇതുവരെ ആരും കണ്ടിട്ടില്ലെന്ന് മാത്രം പറയാം എന്ന് തമാശ രൂപേണ മറുപടി നൽകി അദ്ദേഹം ആ നിമിഷത്തെ വളരെ രസകരമാക്കി മാറ്റി. തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച തത്വചിന്തകരെ കുറിച്ചും ആശയങ്ങളെ കുറിച്ചും ചോദിച്ചപ്പോൾ രാഹുൽ രാഷ്ട്രീയത്തിനപ്പുറമുള്ള ചിന്താഗതികൾ പങ്കുവച്ചു. ഭഗവാൻ ബുദ്ധൻ, ഗുരു നാനാക് ദേവ്, ബസവണ്ണ, ശങ്കർ ദേവ്, ബിർസ മുണ്ട, പെരിയാർ, മഹാത്മാ ഫൂലെ, ശ്രീനാരായണ ഗുരു, ഡോക്ടർ BR അംബേദ്കർ, മഹാത്മാഗാന്ധി എന്നിവരെയും ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങളുമാണ് താൻ പിന്തുടരുന്നതെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. 56-ാം വയസ്സിലും കാത്തു സൂക്ഷിക്കുന്ന ഫിറ്റ്നസിന്റെ രഹസ്യവും രാഹുൽ ഗാന്ധി ഈ സെഷനിലൂടെ വ്യക്തമാക്കി. മാർഷൽ ആർട്സ്, നീന്തൽ, ഓട്ടം എന്നിവയ്ക്കൊപ്പം അടുത്തിടെ യോഗയും ദിനചര്യയുടെ ഭാഗമാക്കിയതായി അദ്ദേഹം പറഞ്ഞു. ദിവസവും 1 മണിക്കൂറോളം വ്യായാമത്തിനായി മാറ്റിവെക്കാറുള്ള രാഹുൽ ഇത് ഒഴിവു സമയങ്ങളിൽ മാത്രം ചെയ്യുന്ന ഒന്നല്ലെന്നും തിരക്കേറിയ ദിവസങ്ങളിൽ പോലും രാത്രി 11 മണിക്ക് വരെ വ്യായാമം ചെയ്യാറുണ്ടെന്നും കൂട്ടിച്ചേർത്തു. ഫിറ്റ്നസ് എന്നത് ഒരു വ്യായാമ രീതിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ജീവിതശൈലിയിലെ സ്ഥിരതയാണ് പ്രധാനം. അനാരോഗ്യപരമായ ഭക്ഷണവും മദ്യപാനവും ശീലമാക്കിയാൽ വ്യായാമം കൊണ്ട് ഗുണമില്ലെന്നും മദ്യം പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അദ്ദേഹം ചെറുപ്പക്കാരെ ഉപദേശിച്ചു. സോഷ്യൽ മീഡിയയിലെ ഈ ലൈവ് സെഷനുകൾക്ക് പുറമെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഛാത്രോം കി ഗൂഞ്ച് അഥവാ വിദ്യാർത്ഥികളുമായുള്ള നേരിട്ടുള്ള സംവാദ പരിപാടിയിലൂടെ രാഹുൽ ഗാന്ധി രാജ്യത്തെ യുവജനങ്ങളുമായി കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കുകയുണ്ടായി. ജാർഖണ്ഡിലെ പരീക്ഷാ ക്രമക്കേടുകൾ, ചോദ്യപേപ്പർ ചോർച്ച, നീറ്റ് പരീക്ഷകളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളുമായി അദ്ദേഹം ദീർഘനേരം സംവദിച്ചു. ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം പൂർണ്ണമായും തകർന്നിരിക്കുകയാണെന്നും അത് സാധാരണക്കാർക്ക് താങ്ങാനാവാത്തതും കടുത്ത മാനസിക സമ്മർദ്ദവും അടിച്ചമർത്തലും ഉണ്ടാക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം ഈ സംവാദത്തിൽ ഉറപ്പിച്ചു പറഞ്ഞു.
യുവജനങ്ങളുടെ ഭാവി വെച്ചുള്ള കച്ചവടമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അതിനെതിരെ വിദ്യാർത്ഥികൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ജൻസിയുമായി അടുക്കാൻ തയ്യാറാക്കിയ ഈ പരിപാടിക്കെതിരെ പാളയത്തിൽ കോൺഗ്രസ് മുതിർന്ന നേതാവ്, പാർട്ടിയിലെ തിരുത്തൽവാദിയും MP-യുമായ ശശി തരൂർ രംഗത്തെത്തി. പരിപാടിക്ക് മണിക്കൂറുകൾക്ക് മുൻപേ രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ വിദ്യാർത്ഥികളുടെ സമരത്തിന് മുന്നിൽ ശോഭിച്ചില്ല എന്നായിരുന്നു തരൂർ വിമർശിച്ചത്. സോഷ്യൽ മീഡിയ തന്ത്രങ്ങളിലൂടെയും നേരിട്ടുള്ള സംവാദങ്ങളിലൂടെയും രാഹുൽ ഗാന്ധി നടത്തുന്നത് കേവലം ഒരു PR പ്രവർത്തനമല്ല, മറിച്ച് രാജ്യത്തെ യുവതയുടെ അമർഷങ്ങളെയും പ്രതീക്ഷകളെയും കൃത്യമായി മനസ്സിലാക്കി ജനങ്ങളിലേക്ക് നേരിട്ടെത്താനുള്ള ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റമാണ്. കാരണം ജൻസികളുടെ കൂട്ടായ്മയുടെ വളർച്ച അത്രത്തോളം വേഗത്തിലാണെന്ന് നമ്മുടെ രാജ്യത്തെ ഭരണപക്ഷം തിരിച്ചറിഞ്ഞതുപോലെ തന്നെ പ്രതിപക്ഷവും തിരിച്ചറിഞ്ഞിരിക്കുന്നു. കയ്യിൽ ഭരണഘടനയുമായി വന്ന് പ്രസംഗം നടത്തിയാൽ മാത്രം പോരാ എന്നും നാളെയുടെ ശബ്ദമായ യുവതലമുറയുടെ ചൂട് പ്രതിപക്ഷത്തിന് തന്നെ ഭീഷണിയാകുമെന്ന് തിരിച്ചറിവാണ് രാഹുൽ ഗാന്ധിയെ കുട്ടികൾക്ക് മുന്നിൽ മുട്ടുകുത്തിച്ചത്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും ഏതു നിമിഷവും CJP ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർന്നാൽ തങ്ങൾക്ക് വെല്ലുവിളിയാകുമെന്ന തിരിച്ചറിവ് പ്രതിപക്ഷത്തിന് വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ നെട്ടോട്ടമൊക്കെ ഓടുന്നത് എന്നുള്ളത് മറ്റൊരു സത്യം.